SSLC +2 പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോവുകയാണ്. എല്ലാ വർഷവും റിസൾട്ട് വരുമ്പോൾ തോറ്റ ചില വിദ്യാർത്ഥികളെങ്കിലും നമ്മളെല്ലാം സങ്കടപ്പെടുത്തിക്കൊണ്ട് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകാറുണ്ട്. അല്ലെങ്കിൽ ചിലർ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. എല്ലാ വർഷവും ഈ എണ്ണം കുറഞ്ഞു വരുന്നു എന്നതിൽ നമുക്ക് ആശ്വസിക്കാം. എങ്കിലും ഇത് വളരെ സങ്കടകരമാണ്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ കിട്ടുന്ന മാർക്ക് അല്ല നിങ്ങളുടെ ജീവിതം നിശ്ചയിക്കുന്നത്. പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷയിൽ മാത്രം തോറ്റു എന്നാണ് അർത്ഥം. ജീവിതത്തിൽ തോറ്റു എന്ന് അർത്ഥമില്ല. കാരണം SSLCക്കും +2-നുമൊക്കെ A+ വാങ്ങി ആദരവുകളും അവാർഡുകളും ഏറ്റുവാങ്ങിയ പല വിദ്യാർത്ഥികളും ജീവിതത്തിൽ പുറകോട്ട് പോയിട്ടുണ്ട്. അതേസമയം അന്ന് തോറ്റവരോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞവരോ പുറകിൽ നിന്ന് സങ്കടപ്പെട്ടു നിന്ന പല വിദ്യാർത്ഥികളും അവർ ജീവിതത്തിൽ വളരെയധികം മുന്നോട്ട് കുതിച്ചു പായുകയും ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ഉയർന്ന ജോലികൾ സമ്പാദിക്കുകയും വളരെ ഉന്നതമായ ബിസിനസ് ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തിട്ടുള്ള നിരവധി ആളുകളുണ്ട്. നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാലറിയാം. നിങ്ങളുടെയൊക്കെ ക്ലാസ്സുകളിൽ അത്തരം വിജയഗാഥകൾ ഒത്തിരി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ജീവിത വിജയം നിശ്ചയിക്കുന്നത് പല പല ഘടകങ്ങളാണ്. നിങ്ങളുടെ എല്ലാം സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ ഒരു സിനിമയുടെ ഓഡിഷന് പോയപ്പോൾ ഒരു സംവിധായകൻ 100-ൽ 2 മാർക്കാണ് കൊടുത്തത്. പിന്നീട് അതേ സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ട് 2 ദേശീയ അവാർഡുകൾ വാങ്ങിയ കാര്യം മോഹൻലാൽ പറയുന്ന വീഡിയോ ഒത്തിരി പ്രചരിക്കുന്നുണ്ട്. എന്താണ് അർത്ഥം മനസ്സിലാക്കുന്നത്? സ്കൂൾ വിദ്യാഭ്യാസമോ സ്കൂളിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളോ അല്ല നിങ്ങളുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നത്. ജീവിത വിജയം നിശ്ചയിക്കുന്നത് അത് വളരെ ചെറിയ ഘടകം മാത്രമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ പല ആളുകളും SSLC പോലും പാസ്സാകാത്ത ആളുകളാണ് എന്നതാണ് സത്യം. അപ്പോൾ പ്രിയ മക്കളെ, നിങ്ങൾ കാത്തിരിക്കുക. തോറ്റാലും മാർക്ക് കുറഞ്ഞാലും നിങ്ങളെ കാത്ത് വലിയ വലിയ സ്വപ്നങ്ങൾ, ജീവിത വിജയങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി ഈ പ്രകൃതി എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവ സ്വീകരിക്കുവാൻ നിങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാകണം. വിജയങ്ങൾ മാത്രമല്ല, തോൽവികളും ആഘോഷിക്കാനുള്ളതാണ്. കാരണം തോൽവിയെ അതിജീവിക്കുന്നതും ഒരു വിജയമാണ്. എന്തെങ്കിലും കാരണവശാൽ തോൽക്കുന്നവരും നിങ്ങൾ ഒരു ജേതാവാണ്. അതുകൊണ്ട് ഒരു ജേതാവിനെ പോലെ കാത്തിരിക്കുക. നിങ്ങളെ തേടി അനവധി വിജയങ്ങൾ, നേട്ടങ്ങൾ കാത്തിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.